അവരോട് പറയുവാനുള്ളത്? അവരോട് പറയാനായിട്ട് നമുക്ക് ഭഗവാന്റെ ശ്രീ ശിവാനന്ദ ഗുരുദേവൻ്റെ ജന്മഗൃഹമായ ശ്രീ കുലായ്ക്കൽ എന്ന ആ ഭവനവും ഈ സ്ഥലവും ലോകമെമ്പാടും അറിയണം. ലോകമെമ്പാടുമുള്ള ആത്മസന്തതികൾ അറിഞ്ഞിരിക്കണം. ഈ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എല്ലാവർക്കും അറിയാം. എല്ലാ പുസ്തകങ്ങളിലും കൃത്യതയോടുകൂടി ആനന്ദജി ഗുരുദേവൻ, ഭഗവാന്റെ അരുമശിഷ്യനായ ആനന്ദജി ഗുരുദേവൻ കീർത്തനങ്ങളിൽ കൂടിയും കീർത്തന പുസ്തകങ്ങളിൽ കൂടി കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുലായ്ക്കലേ കൊച്ചു വീട്ടിൽ ജന്മം തൊഴാനന്നു പോക വേണം, ജന്മിയെ കണ്ടു തൊഴുതിടണം, ജന്മഗ്രഹമായ ശ്രീ കുലായ്ക്കൽ കൊച്ചു കുലായ്ക്കലേ കൊച്ചു വീട്ടിൽ ജന്മം തൊഴാനന്നു പോക വേണം, ജന്മിയെ കണ്ടു തൊഴുതിടണം. ബോധമുണർത്തിയ ബുധനൂർദേശം തെക്കേ ചരുവില കുഞ്ഞു ഗ്രഹം, തെക്കും വടക്കോട്ടൊഴുകുന്നതീ പമ്പയാം തീരത്താ കുഞ്ഞു വീട്. അമ്മയ്ക്കവനൊരു പൊൻകുടമാം, അച്ഛനവനൊരു തങ്കക്കുടം. ഇതെല്ലാം ഭഗവാൻ നടന്ന സ്ഥലങ്ങളായി, മണ്ണും എല്ലാം. കുഞ്ഞിക്കാൽ കൊണ്ടങ്ങ് ഓടിയിടുമ്പോൾ മൺതരികൾക്കെല്ലാം കുളിർമയാകും. പാടത്തെ നെൽക്കതിർ ചാഞ്ഞു വന്ന് കുഞ്ഞിക്കൽ രണ്ടിലും മുത്തമിടും. ഇവിടെ മുഴുവനും പാടശേഖരങ്ങളായിരുന്നു. ആ പാടത്തിൻ്റെ നടുവിലൂടെ കുഞ്ഞായിട്ടുള്ള ആ ഉണ്ണിക്കുട്ടനായ കൊച്ചു കുലായ്ക്കലെ കൊച്ചുകുട്ടൻ കുഞ്ഞ് കുഞ്ഞു ശിവാനന്ദൻ ഓടി വളർന്ന് ചാടി നടന്ന സ്ഥലങ്ങളാണിത്. കൊച്ചു കുലായ്ക്കലെ ഉണ്ണിയപ്പോൾ ആർത്തു ചിരിച്ചങ്ങ് ഉല്ലസിക്കും. പാടവരമ്പത്തു നിൽക്കുന്നമ്മ ആമ്പൽപ്പൂ കൊണ്ടൊരു മാല കോർത്ത് കുഞ്ഞിക്കഴുത്തിലാണിയുമല്ലോ, ചന്തത്തിൽ നോക്കി ചിരിക്കുമല്ലോ. ഇന്ന് ഭഗവാനെ ആ കുഞ്ഞു പരുവത്തിലെടുത്തുകൊണ്ട് ഈ കണ്ടങ്ങളിലൊക്കെ നടന്ന് ആമ്പൽപ്പൂ പറിച്ച് ഭഗവാനെ കളിപ്പിക്കുമായിരുന്നു. ആമ്പൽപ്പൂ കൊണ്ട് പാല കോർത്ത് ഇങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം നടന്ന ഒരു പുണ്യഭൂമിയാണ് കൊച്ചുകുലായ്ക്കൽ ഭവനം എന്ന് പറയുന്നത്. ആ കൊച്ചുകുലായ്ക്കൽ ഭവനം ലോകം അറിയണം. ശ്രീ കുലായ്ക്കൽ ജന്മമെടുത്ത ശ്രീ ശിവാനന്ദ ഗുരുദേവ, ശ്രീ കുലായ്ക്കൽ ജന്മമെടുത്ത ശ്രീ ശിവാനന്ദ ഗുരുദേവ, കൊച്ചു നീലിപുത്രനല്ലയോ, ഇട്ടിയാദി തൻ പിതാവല്ലോ, കൊച്ചു നീലിപുത്രനല്ലയോ, ഇട്ടിയാദി തൻ പിതാവല്ലോ. ശ്രീ കുലായ്ക്കൽ ജന്മമെടുത്ത ശ്രീ ശിവാനന്ദ ഗുരുദേവ, കൊച്ചു നീലിപുത്രനല്ലയോ, ഇട്ടിയാദി തൻ പിതാവല്ലോ. ദൈവം തന്ന പൊന്നുമകനെ ദൈവത്തിനായി ദാനം ചെയ്തതും പുണ്യഭൂമി ശ്രീ കുലായ്ക്കല. അപ്പോൾ ഇതെല്ലാം കുലായ്ക്കൽ ആണ്. ഈ ത്രിമൂർത്തികളുമെല്ലാം ഒത്തുചേർന്നതുമെല്ലാം ഈ കൊച്ചു കുലായ്ക്കൽ ഈ കുടിലാണ്. അപ്പം ഇനി വരും കാലങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഒരു സമയത്ത് നിങ്ങൾ വരുമ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. സ്വാമിജി പറഞ്ഞത് എല്ലാവർക്കും, എല്ലാ ഭക്തമിത്രങ്ങൾക്കും ഏത് നിമിഷവും വേണമെങ്കിലും ഒരു തവണയെങ്കിലും കടന്നു വരണം. വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കുലായ്ക്കൽ ഭവനമാണ് നമ്മളുടെ ഗുരുദേവൻ്റെ ജന്മഭൂമിയാണ്, ജനിച്ച ഗ്രഹമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഏതൊരു ഭക്തമിത്രങ്ങളാണെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഒരു രൂപ എങ്കിലും നേർച്ചയിട്ട് കടന്നു പോകണമെന്നാണ് സ്വാമിജിയുടെ ഒരു അഭിപ്രായമല്ല, നിങ്ങളോട് പറയാനുള്ള, നമ്മുടെ ഭക്തമിത്രങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. സന്തതികളായ ആ പരിശുദ്ധരായ സന്തതികളെ നിങ്ങളൊരിക്കലും
കൊച്ചുകുലായ്ക്കൽ ഭവനത്തിൻ്റെ ഭഗവാന്റെ ജന്മഗ്രഹമായ ശ്രീ കുലായ്ക്കൽ കുടുംബത്തെ മറക്കാതിരിക്കുക, കൊച്ചുനീലിയമ്മയെ മറക്കാതിരിക്കുക, ഇട്ടിയാദീശനെ മറക്കാതിരിക്കുക, ആ മണ്ണിനെ സ്നേഹിക്കുക, ആ മണ്ണിൻ്റെ മാഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയങ്ങളിൽ ഈ ഭവനത്തിൽ വന്നു പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആത്മപ്രകാശം ചരിത്ര വഴിയിലൊരു യാത്ര, അതിൻ്റെ ഭാഗമായി ആത്മബോധ പ്രസ്ഥാനങ്ങളിലെല്ലാം സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി